വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ 10ാം ക്ലാസ് SSLC മാത്സ് റിവിഷൻ സീരീസിലെ 10ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇതിന്റെ പാർട്ട് 1 വീഡിയോ ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. ഇതിൽ നമ്മൾ 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 2 എണ്ണം കഴിഞ്ഞ വർഷം SSLC എക്സാമിന് ചോദിച്ചതാണ്. ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ 99% സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുകയും ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ സമയം കളയുന്നില്ല, നേരിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? 6 times a natural number subtracted from the square of that number gives 187. From a second degree equation by taking the numbers as x, find the number. എന്താണ് ഇതിന്റെ മലയാളം? ഒരെണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്ന് അതേ സംഖ്യയുടെ 6 മടങ്ങ് കുറച്ചപ്പോൾ 187 കിട്ടി. സംഖ്യ x എന്നെടുത്ത് ഒരു രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കുക, സംഖ്യ കണ്ടുപിടിക്കുക. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ മക്കളെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു. എന്താ ക്വസ്റ്റ്യൻ? ഒരു സംഖ്യ, ആ സംഖ്യയുടെ അതൊരു എണ്ണൽ സംഖ്യ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ വർഗത്തിൽ നിന്ന് അതേ സംഖ്യയുടെ 6 മടങ്ങ് 6 ടൈംസ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 187 കിട്ടി. അപ്പൊ സംഖ്യ ഞാൻ x എടുത്തു എന്ന് വിചാരിച്ചു. സംഖ്യ നമ്മൾ ഏതാ എടുത്തത്? x. ഇതിന്റെ സ്ക്വയറിൽ നിന്നും ഈ സംഖ്യയുടെ 6 മടങ്ങ് കുറച്ചപ്പോൾ എത്ര കിട്ടി? 187 കിട്ടി. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. x² മൈനസ് 6x സമം 187. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇവിടെ 2 എണ്ണമേ ഉള്ളൂ, മൂന്നാമത്തെ ഒരെണ്ണം കുറവാണ്. 2 എണ്ണമേ ഉള്ളൂ, മൂന്നാമത്തെ ഒരെണ്ണം കുറവാണ്. ആ കുറവുള്ളത് നികത്തുന്നതിന് നമ്മൾ എന്ത് പറയും? വർഗത്തികവ്, സ്ക്വയർ കംപ്ലീഷൻ. അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടണം. എന്ത് കൂട്ടണം? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 6 ആണ്. 6ന്റെ പകുതി 3. 3ന്റെ സ്ക്വയർ ഇവിടെയും കൂട്ടണം, 3ന്റെ സ്ക്വയർ അപ്പുറത്തും കൂട്ടണം. റെഡി? അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ 3 എണ്ണമായി. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. ഈ പൊടിയായ രൂപത്തിൽ നമുക്കിനി ഏതിലേക്ക് മാറ്റണം? പാക്കറ്റിലേക്ക് മാറ്റണം. ഇവിടുന്ന് നമ്മൾ എന്തെടുക്കും? x. ഇവിടുന്ന് നമ്മൾ എന്തെടുക്കും? 3. നടുവത്തെ ചിഹ്നം ഏതാണ്? മൈനസ് ആണ്. അങ്ങനെയെങ്കിൽ x മൈനസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 187 പ്ലസ് 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. അങ്ങനെയെങ്കിൽ x മൈനസ് 3 ഇസ് ഈക്വൽ ടു 3 ഹോൾ സ്ക്വയർ സമം 187ഉം 9ഉം എത്രയാണ്? 196 ആണ്. അങ്ങനെയെങ്കിൽ x മൈനസ് 3 സമം സ്ക്വയറിനെ അപ്പുറത്തേക്ക് തട്ടിയാൽ എത്ര കിട്ടും? 196 കിട്ടും. റൂട്ട് 196 എത്രയാണ്? റൂട്ട് 196 14 ആണ്. അപ്പൊ x സമം 14 മൈനസ് 3 അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് 3 ആവും. അപ്പൊ x സമം നമുക്ക് എത്ര കിട്ടി? 17 കിട്ടി. അങ്ങനെയെങ്കിൽ ഏതാണ് ആ എണ്ണൽ സംഖ്യ? ഫൈൻഡ് ദി നമ്പർ. ആ എണ്ണൽ സംഖ്യ എത്രയാണ്? 17. അപ്പൊ 17ന്റെ വർഗത്തിൽ നിന്ന് 17ന്റെ 6 ടൈംസ് 6 മടങ്ങ് കുറച്ചാലാണ് നമുക്ക് എത്ര കിട്ടുക? 187 കിട്ടുക. സെറ്റാണല്ലോ? റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട, കഴിഞ്ഞ വർഷം SSLC പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ചോദ്യം നമുക്ക് ഈ വർഷവും പ്രതീക്ഷിക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ഹാൾ ഈസ് 5 meter more than breadth. Diagonal is 10 meter more than breadth. Taking the breadth as x, write the measures of length diagonal in terms of x. From a second degree equation, find the length and breadth. എന്താ സംഭവം? ചതുരാകൃതിയായ ഒരു ഹാളിന്റെ നീളം വീതിയേക്കാൾ 5 മീറ്റർ കൂടുതലാണ്. വീതിയേക്കാൾ 5 മീറ്റർ കൂടുതലാണ് നീളം. വികർണത്തിന്റെ നീളം വീതിയേക്കാൾ 10 മീറ്റർ കൂടുതലാണ്. വീതിയേക്കാൾ 10 മീറ്റർ കൂടുതലാണ് ഡയഗണൽ, വികർണം. അങ്ങനെയെങ്കിൽ വീതി x എന്ന് എടുത്തിട്ട് നീളവും വികർണവും എത്രയാണെന്ന് കാണണം. ഒരു രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കണം. എന്നിട്ട് നീളവും വീതിയും എന്ത് ചെയ്യണം? നമുക്ക് കണ്ടെത്തണം. നന്നായിട്ട് ശ്രദ്ധിച്ചു. നമ്മളോട് വീതിയാണ് x ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. അപ്പൊ വീതി നമ്മൾ എന്തായിട്ട് എടുത്തു? x ആയിട്ട് എടുത്തു. വീതി നമ്മൾ എന്തായി?
എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ നീളം വീതിയേക്കാൾ 5 മീറ്റർ കൂടുതലാണ്. അപ്പൊ എക്സ് പ്ലസ് 5 സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ വികർണം മക്കളെ ഡയഗണലിന്റെ മലയാളം എന്താണ്? വികർണം എത്രയാണ്? വീതിയേക്കാൾ 10 മീറ്റർ കൂടുതലാണ്. അപ്പൊ വീതി കിട്ടി എക്സ്, നീളം കിട്ടി എക്സ് പ്ലസ് 5, ഡയഗണൽ അല്ലെങ്കിൽ വികർണം കിട്ടി എക്സ് പ്ലസ് 10. എന്നിട്ട് നമ്മളോട് ഒരു ഹാള്, ആ ഹാളിന്റെ ഷേപ്പ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹാളിന്റെ ഷേപ്പ് എന്താണ്? ചതുരമാണ്. അതിന്റെ നീളം നമ്മൾ എന്തായിട്ടാണ് എടുത്തത്? വീതിയാണ് എക്സ് ആയിട്ട് എടുത്തത്. നീളം നമ്മൾ എന്തായിട്ട് എടുത്തത്? എക്സ് പ്ലസ് 5. എടാ അതിന്റെ വികർണം എത്രയാണെന്നാണ് നമ്മളോട് പറഞ്ഞത്? അതിന്റെ വികർണം എത്രയാണെന്നാണ് പറഞ്ഞത്? എക്സ് പ്ലസ് 10 ആണ് നമുക്ക് കിട്ടിയത്. സെറ്റാണല്ലോ. അതിന്റെ വികരണം നമുക്ക് കിട്ടിയത് എത്രയാണ്? എക്സ് പ്ലസ് 10 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകണം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാകൃതി സമവാക്യം നമുക്ക് ഉണ്ടാക്കണം. അതിനെന്താ വഴി? ഇവിടെ നമുക്ക് കിട്ടിയത് ഒരു മട്ട ത്രികോണമാണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അവിടെ നമുക്ക് ഏത് തിയറം ഉപയോഗിക്കാൻ പറ്റും? പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റും. എന്താണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. അപ്പൊ നമ്മൾ ആദ്യം പാദം സ്ക്വയർ അല്ലെങ്കിൽ ലംബം സ്ക്വയർ ആണ് ആദ്യം എഴുതാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണേ. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് അടുത്തത് എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം എത്രയാണ്? എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ. സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് നമ്മൾ. എക്സ് സ്ക്വയറിന് അങ്ങനെ തന്നെ എഴുതി പ്ലസ്. അടുത്തത് ഏത് രൂപത്തിലാ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലാ. എന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനൊരു ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ 5 ആണെങ്കിൽ 5ന്റെ ഇരട്ടി 10x പ്ലസ് 5ന്റെ സ്ക്വയർ സമം. അപ്പുറത്ത് എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ ആണ്. എക്സിന്റെ സ്ക്വയർ പ്ലസ് 10ന്റെ ഇരട്ടി 20x പ്ലസ് 10ന്റെ സ്ക്വയർ. സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലുള്ളതുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടുന്ന് ഒരു എക്സ് സ്ക്വയറും ഇവിടുന്ന് ഒരു എക്സ് സ്ക്വയറും നമ്മൾ തട്ടി. ബാക്കി എത്രയാണ് നമുക്കുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 25. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 സമം 20x പ്ലസ് 100. സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പും കൂടി നമ്മൾ എഴുതാൻ പോവാണ്. അടുത്തൊരു സ്റ്റെപ്പ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 10x. എടാ ഇവിടെ ഒരു പ്ലസ് 20x, അത് ഇപ്പുറത്തേക്ക് വന്നാൽ എന്തായി? മൈനസ് 20x സമം. അപ്പുറത്തൊരു 100 വെറുതെ കിടക്കുന്നുണ്ട്. ഇവിടെയുള്ള പ്ലസ് 25 അപ്പുറത്തേക്ക് പോയാൽ എന്തായി? മൈനസ് 25 ആയി. സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി നമ്മൾ അപ്പുറത്ത് എഴുതുകയാണ്. എന്താണ് ഇതിന്റെ ബാക്കി? എക്സ് സ്ക്വയർ. എടാ പ്ലസ് 10x മൈനസ് 20x എത്രയായിരിക്കും? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക. മൈനസ് 10x സമം. ഇവിടെ എന്താണുള്ളത്? 100 മൈനസ് 25. 100 മൈനസ് 25 എത്രയാണ്? 75. സെറ്റാണല്ലോ. അടുത്തത് നന്നായിട്ട് ശ്രദ്ധിച്ചേ. ഇവിടെ എത്ര ഉള്ളൂ? ഇവിടെ 1 2. മൂന്നാമത്തെ ടേം എന്താണ്? മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനെന്ത് പേര് പറയും? വർഗത്തികവ്. ഇവിടെയും കൂട്ടണം, ഇവിടെയും കൂട്ടണം. എത്രയാണ് കൂട്ടേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 10 ആണ്. അപ്പൊ അതിന്റെ പകുതി 5ന്റെ സ്ക്വയർ. ഇവിടെയും എത്ര കൂട്ടണം? 5ന്റെ സ്ക്വയർ. ഇപ്പൊ 1 2 3 3 പെർഫെക്റ്റ് സ്ക്വയർ ആയി. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇവിടുന്ന് എക്സ് എടുത്തു, ചിഹ്നം മൈനസ്, അപ്പുറത്തുനിന്ന് 5 എടുത്തു, എല്ലാവർക്കും കൂടി ഒരു സ്ക്വയർ കൊടുത്തു. ഇനി 75 പ്ലസ് 5ന്റെ സ്ക്വയർ 25 ആണ്. എത്ര കിട്ടും? 100 കിട്ടും. റെഡിയാണല്ലോ. അടുത്ത സ്റ്റെപ്പില് എക്സ് മൈനസ് 5 സമം ഈ സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ റൂട്ട് 100 എത്രയാണ്? 10 ആണ്. റൂട്ട് 100 എത്രയാണ്? 10. അങ്ങനെയെങ്കിൽ എക്സ് സമം അപ്പുറത്ത് ഓൾറെഡി ഒരു 10 ഉണ്ട്. മൈനസ് 5 അപ്പുറത്തേക്ക് പോയാൽ എന്തായി മാറും? പ്ലസ് 5 ആവും. അങ്ങനെയെങ്കിൽ എക്സ് സമം നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി മക്കളെ. എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 15 ആണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ നീളവും വീതിയും ഒക്കെ കാണണം. നമ്മൾ ആദ്യം വീതിയാണ് എടുത്തത്. വീതി നമ്മൾ എത്ര എടുത്തത്? എക്സ്.
വീതി നമ്മൾ എത്ര എടുത്തത് എക്സ്, അത് എത്ര കിട്ടി? 15 മീറ്റർ കിട്ടി. അടുത്തത് നമുക്ക് കിട്ടേണ്ടത് നീളമാണ്. നീളം നമ്മൾ എത്ര എടുത്തിരുന്നത്? x+5 ആണ്. അപ്പൊ 15 + 5 എത്രയായിരിക്കും? 20 മീറ്റർ ആയിരിക്കും. സെറ്റ് ആണല്ലോ. അടുത്തത് വികർണമാണ് മക്കളെ. എന്താണ് വികർണം? വികർണം എത്രയാണ്? x+10 ആയിരുന്നു. അതായത് 15 + 10 എത്രയാണ്? 25 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് നീളം കിട്ടി, വീതി കിട്ടി, കർണം കിട്ടി. റെഡി ആണല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമന്റ് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് എങ്കിൽ അതുകൂടി നിങ്ങൾ അറിയിക്കണം. അത്തരം ക്വസ്റ്റ്യൻസ് പരമാവധി ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ടെക്സ്റ്റിലുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതേ രൂപത്തിൽ അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തത്. ഒന്ന് ശ്രദ്ധിച്ചേ. ദി ഫസ്റ്റ് ഫ്യൂ ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് 9, 11, 13 were added and then 16 added to the sum to get 2, 5, 6. How many terms were added? എന്താണ് സംഭവം? എന്താ 9, 11, 13 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര പദങ്ങളാണ് കൂട്ടിയത്? എന്താണ് ചോദ്യം? നമ്മുടെ കയ്യിൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്. 9, 11, 13 എക്സെട്ര. ഇതിനുള്ള കുറച്ച് സംഖ്യകൾ കൂട്ടിയിട്ട് തുക കണ്ടിട്ട് അതിന്റെ കൂടെ ഒരു 16 കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 256 കിട്ടിയത്. എടാ തുക എന്ന് പറഞ്ഞാൽ എന്താ? SN ആണ്. തുക എന്ന് പറഞ്ഞാൽ എന്താണ്? SN. ആ SN-ന്റെ കൂടെ തുകയുടെ കൂടെ 16 കൂട്ടി എന്ന് പറഞ്ഞു. തുകയുടെ കൂടെ 16 കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയത്? 256 കിട്ടിയത്. ഇതാദ്യം നമുക്ക് ചോദ്യത്തിൽ നിന്നും മനസ്സിലാകണം. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ കുറച്ചു പദങ്ങളുടെ തുകയോട് 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. അപ്പൊ കുറച്ചു പദങ്ങളുടെ തുക എത്രയെന്ന് നമുക്കറിയില്ല. കുറച്ച് പദങ്ങൾ എത്രയാണെന്നും അറിയില്ല. അങ്ങനെയെങ്കിൽ എത്ര പദങ്ങളാണെന്നാണ് കാണേണ്ടത്. അതുകൊണ്ട് തുക എത്രയെന്ന് അറിയാത്തത് കൊണ്ട് സമ്മിന് നമ്മൾ SN എന്ന് കൊടുത്തു. ആ സമ്മിന്റെ കൂടെ 16 കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയത്? 256 കിട്ടിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, ആദ്യം കാണേണ്ടത് എന്തായിരിക്കും? SN ആണ് ആദ്യം കാണേണ്ടത്. എടാ SN കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തറിയണം? XN അറിയണം. SN കാണണമെന്നുണ്ടെങ്കിൽ മക്കളെ ആദ്യം എന്തറിയണം? SN കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തറിയണം? XN അറിയണം. XN അറിയണം. അപ്പൊ അത് കാണാൻ പോവാണ്. XN സമം DN പ്ലസ് F മൈനസ് D. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ XN സമം D. പൊതുവ്യത്യാസം എത്രയാ കൂടി കൂടി പോകുന്നത്? 2 ആണ് കൂടി പോകുന്നത്. അപ്പൊ 2n പ്ലസ് F ഫസ്റ്റ് ടേം എത്രയാണ്? 9 മൈനസ് 2. അതായത് XN സമം 2n പ്ലസ് 7 കിട്ടി. എത്ര കിട്ടി? 2n പ്ലസ് 7. ഈ കിട്ടിയത് എന്താ? XN ആണ്. നമുക്ക് കാണേണ്ടത് സം ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? സം, തുകയാണ് കാണേണ്ടത്. എടാ SN കാണാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഞാൻ ഇപ്പുറത്താണ് എഴുതുന്നത്. SN കാണാൻ ഇക്വേഷൻ എന്താ? SN സമം n/2 ഇൻറ്റു x1 പ്ലസ് XN ആണ്. നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. SN സമം n/2 ഇൻറ്റു x1 എന്താ? ആദ്യ പദം 9 പ്ലസ് XN ഇവിടെ കിട്ടി. എത്രയാണ്? 2n പ്ലസ് 7 കിട്ടി. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് SN is equal to n/2 ഇൻറ്റു 2n ഞാൻ ആദ്യം എഴുതി പ്ലസ് 9ഉം 7ഉം എത്രയാണ്? 16. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ n/2നെ 2n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ n/2നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ പണി. അപ്പൊ SN സമം 2n²/2 ആയിട്ട് വരും അല്ലെ? n ഇൻറ്റു n n² ആണ്. ബാക്കി 2 ഉണ്ട്, ബൈ 2 ആണ്. പ്ലസ് അടുത്തതോ 16n/2 ആയിട്ട് കിട്ടും. റെഡി ആണെങ്കിലോ? അടുത്ത സ്റ്റെപ്പിൽ SN സമം മുകളിലും ഒരു 2 ഉണ്ട്, താഴെ 2 ഉണ്ട്. ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? n² പ്ലസ് 16/2 എത്രയാണ്? 8n കിട്ടി. മക്കളെ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇപ്പൊ കിട്ടിയത് എന്താ?
ഇപ്പൊ കിട്ടിയത് എന്താ? തുകയുടെ ബീജഗണിതം, ആൾജിബ്ര ഓഫ് സം. SN ആണ് നമുക്ക് കിട്ടിയത്. ഇത്രയും സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ ഈ പഠിച്ച ഈ സാധനത്തിലേക്ക് തന്നെ പോവാണ്. SNന്റെ കൂടെ 16 കൂട്ടിയാൽ എത്രയാണ്? 256 എന്നാണ് പറഞ്ഞത്. അതായത് SN പ്ലസ് 16 ചെയ്യുമ്പോഴേ എത്ര കിട്ടാൻ പറ്റൂ? 256 കിട്ടാൻ പറ്റൂ. റെഡി ആണല്ലോ. SN നമുക്ക് കിട്ടി. എത്രയാണ് SN കിട്ടിയത്? n സ്ക്വയർ പ്ലസ് 8n ആണ്. അതിന്റെ കൂടെ 16 കൂട്ടിയാലാണ് എത്ര കിട്ടുക? 256. ഒന്ന് നോക്കിയേ, ഇവിടെ 1 2 3 3 ഉണ്ട്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇതിനൊന്ന് മാറ്റി എഴുതുകയാണ്. n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16നെ 4ന്റെ സ്ക്വയർ എഴുതി. എത്ര കിട്ടി? 256. അപ്പോ ഇതെന്തായി മാറി? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറി. ഇവിടുന്ന് നമ്മൾ n എടുക്കും, ഇവിടുന്ന് നമ്മൾ 4 എടുക്കും അല്ലെ? നമ്മൾ ചെയ്ത ഓർമ്മല്ലേ? n പ്ലസ് 4 ഹോൾ സ്ക്വയർ സമം എത്രയാണ്? 256 ആണ്. അടുത്തത് n പ്ലസ് 4 is equal to സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ റൂട്ട് 256 എത്രയാണ്? 16 ആണ്. എന്ത്? n പ്ലസ് 4 ആണ് മക്കളെ 16. അങ്ങനെയെങ്കിൽ n is equal to 16 മൈനസ് 4. n is equal to എത്ര കിട്ടും? n എത്ര കിട്ടും? 12 കിട്ടും. ഇതിന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? എന്താണ്? 9 11 13 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 12 പദങ്ങൾ കൂട്ടി അതിനോടുകൂടി 16 കൂട്ടിയാലാണ് എത്ര കിട്ടുക? 256 കിട്ടുക. അപ്പൊ എത്ര പദങ്ങളാണ് കൂട്ടിയത് എന്നാണ് ചോദ്യം. എത്ര പദങ്ങളാണ്? n is equal to 12. മക്കളെ, നമ്മൾ എത്ര പദങ്ങളാണ് കൂട്ടിയത്? 12 പദങ്ങളാണ് കൂട്ടിയത്. സെറ്റാണല്ലോ. സെറ്റാണെങ്കിൽ സെറ്റാണ് സാറേ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ശ്രദ്ധിച്ചേ. One side of a right triangle is 1 centimeter shorter than twice the side of perpendicular to it, and the hypotenuse is 1 centimeter longer than the twice of the length of the side. What are the length of sides? എന്ത് സംഭവം? എന്താണ്? കുടുങ്ങിയോ? ഇല്ല. എന്താ? ഒരു മട്ടത്രികോണത്തിലെ ഒരു വശത്തിന്റെ 2 മടങ്ങിൽ നിന്ന് 1 സെന്റിമീറ്റർ കുറച്ചതാണ് അതിന് ലംബമായ വശം. 2 മടങ്ങിനോട് 1 സെന്റിമീറ്റർ കൂട്ടിയതാണ് കർണം. അങ്ങനെയെങ്കിൽ വശങ്ങളുടെ നീളം എത്രയാണ്? എന്താണ് സംഭവം? നമ്മുടെ കയ്യിൽ ഒരു മട്ടത്രികോണം ഉണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഒരു മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിന്റെ ഒരു വശത്തിന് ഞാൻ എക്സ് കൊടുത്തു എന്ന് വിചാരിക്കും. ഒരു വശത്തിന് എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. ആ എക്സിന്റെ 2 മടങ്ങിൽ നിന്നും 1 കുറച്ചതാണ് അതിന് ലംബമായ വശം. ആ എക്സിന്റെ 2 മടങ്ങിനോട് 1 കൂട്ടിയതാണ് അതിന്റെ ഹൈപ്പോടെന്യൂസ്, കർണം. ഇത് നമുക്ക് ഈ ചോദ്യം വായിച്ചിട്ട് എഴുതാൻ പറ്റണം, നിർബന്ധം. ഒരു മട്ടത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതിന്റെ ഒരു സൈഡിന് എക്സ് കൊടുത്തു. അതിന്റെ 2 മടങ്ങിൽ നിന്ന് 1 കുറച്ചപ്പോഴാണ് അടുത്ത വശം കിട്ടിയത്. 2 മടങ്ങിനോട് 1 കൂട്ടിയപ്പോഴാണ് ഹൈപ്പോടെന്യൂസ്, കർണം കിട്ടിയത്. എന്നിട്ട് ഈ വശങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. നമ്മളിതാ തൊട്ട് മുമ്പ് ചെയ്തതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാകൃതി സമവാക്യം രൂപീകരിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ. മക്കളെ, നമ്മൾ എഴുതാൻ പോവാണ്. എന്താണ് ആദ്യം എഴുതാൻ പോകുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2x പ്ലസ് 1 ഹോൾ സ്ക്വയർ. എന്താ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഇതിന്റെ ബാക്കി എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്യാം. എന്താ? 2x ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2x ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ സമം അപ്പുറത്തെന്താ? 2x ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2x പ്ലസ് 1 സ്ക്വയർ. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ 4x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 4x പ്ലസ് 1 സമം 4x സ്ക്വയർ പ്ലസ് 2
ഇൻറ്റു 2 എത്രയാണ് 4x പ്ലസ് 1 സ്ക്വയർ. സെറ്റ് ആണല്ലോ. സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലുള്ളത് വെട്ടാം. ഇവിടെ ഒരു പ്ലസ് 4x സ്ക്വയർ, ഇവിടെയും ഒരു പ്ലസ് 4x സ്ക്വയർ, രണ്ടും വെട്ടി. ഇവിടെ ഒരു പ്ലസ് 1, ഇവിടെയും ഒരു പ്ലസ് 1, രണ്ടും വെട്ടി. ബാക്കി എത്രയുണ്ട് എന്നൊന്ന് പറഞ്ഞ്. എക്സ് സ്ക്വയർ മൈനസ് 4x സമം എക്സ് സ്ക്വയർ മൈനസ് 4x സമം 4x. ഇത്രയേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ മൈനസ് 4x, എക്സ് സ്ക്വയർ മൈനസ് 4x, ഈ പ്ലസ് 4x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 4x സമം അപ്പുറത്ത് എത്ര കിട്ടും? 0 കിട്ടും. സെറ്റ് ആണല്ലോ. ഈ പ്ലസ് 4x ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? മൈനസ് 4x ആയി. അടുത്ത സ്റ്റെപ്പ് എക്സ് സ്ക്വയർ, രണ്ടിന്റെയും ചിഹ്നം മൈനസ് ആണ്, അപ്പൊ മൈനസ് 8x സമം 0. സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഒരു രണ്ടാംകൃതി സമവാക്യം കിട്ടി. എന്താ കിട്ടിയത്? എക്സ് സ്ക്വയർ മൈനസ് 8x സമം 0 കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കണ്ടാൽ മതി മക്കളെ. അത് നമ്മൾ അടുത്ത പേജിലാണ് ചെയ്യുന്നത്. എന്താ നമുക്ക് കിട്ടിയത്? എക്സ് സ്ക്വയർ മൈനസ് 8x സമം 0 ആണ് കിട്ടിയത്. എടാ ഇവിടെ രണ്ടെണ്ണമേ ഉള്ളൂ, ഒന്ന് കുറവാണ്. ആ കുറവ് നികത്തുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? വർഗത്തികവാണ്, സ്ക്വയർ കംപ്ലീഷൻ ആണ്. പ്ലസ് 2 സൈഡിലും കൂട്ടണം. എത്ര കൂട്ടണം? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ വർഗം, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 8 ആണ്, അതിന്റെ പകുതി 4, അതിന്റെ സ്ക്വയർ 2 സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അങ്ങനെയെങ്കിൽ നമുക്കിത് മാറ്റാം. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ സമം 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. എക്സ് മൈനസ് 4 സമം 16ന്റെ റൂട്ട്, സ്ക്വയർ അപ്പുറത്ത് സ്ക്വയർ റൂട്ടായി എത്രയാണ്? 4. അതായത് എക്സ് സമം 4 പ്ലസ് 4 എത്ര കിട്ടി? 8 കിട്ടി. മക്കളെ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. അപ്പൊ ഇതിന്റെ ബാക്കി നമ്മൾ ചെയ്യാൻ പോവാണ്. നമുക്ക് നീളം 3 വശങ്ങളാണ് ചോദിച്ചത്. ഒന്നാമത്തെ വശം എത്രയായിരുന്നു? ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ വശം നമ്മൾ എന്താ എടുത്തത്? എക്സ് ആണ്. എത്ര കിട്ടി? 8 സെന്റിമീറ്റർ. സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയില്ല, 8. രണ്ടാമത്തെ വശം നമ്മൾ പഠിച്ചിട്ടുണ്ട് 2x മൈനസ് 1 ആണ്. അതായത് 2 ഇൻറ്റു 8 മൈനസ് 1, 2 ഇൻറ്റു 8 16 1 പോയാൽ എത്രയാണ്? 15 സെന്റിമീറ്റർ. അടുത്തതോ 2x പ്ലസ് 1 ആണ്. അതായത് 2 ഇൻറ്റു 8 16 കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 17 സെന്റിമീറ്റർ. അപ്പൊ ഏതൊക്കെയാണ് ആ 3 വശങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് 8 ആണ്, രണ്ടാമത്തത് 15 ആണ്, മൂന്നാമത്തത് എത്രയാണ്? 17 ആണ്. സെറ്റ് ആണല്ലോ. സെറ്റ് ആണെങ്കിൽ അടിപൊളി. സെറ്റ് എന്ന് മക്കൾ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമുക്ക് എന്തെല്ലാം ചേഞ്ചുകളാണ് ക്ലാസ്സിൽ വരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മക്കളെ നിർബന്ധമായിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. ഓക്കെ, റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ വിട്ട് കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നെവർ ഗീവ് അപ്പ്. പോരാടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ലോകമുള്ളൂ, പൊരുതുന്നവർക്കാണ് വിജയം. എത്ര തവണ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകത്ത് സക്സസ് ആയ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സക്സസ് ആയതാണോ? അല്ല. മണിക്കൂറുകളോളം, വർഷങ്ങളോളം കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഒരു ദിവസം കിട്ടുന്നത്. ലക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, ഭാഗ്യമില്ല. നിരന്തരമായിട്ട് പൊരുതുന്നവന് മാത്രമേ ഭാഗ്യം പോലും വരൂ എന്നാണ്. നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ് തോറ്റോടാൻ എല്ലാവർക്കും പറ്റും, ക്വിറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ഞാൻ നിർത്തിയാണ്, വയ്യ, മടുത്തു. ഇത് പറഞ്ഞു കളയാൻ നമുക്ക് സമയമില്ല. പൊരുതി നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാരാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്. അല്ലാതെ A+ വാങ്ങിക്കാനും കൂടുതൽ മാർക്ക് മേടിക്കാനും പ്രത്യേകം ഒരു വിഭാഗത്തെ ദൈവം ഭൂമിയിലേക്ക് വേറെ സൃഷ്ടിച്ചിട്ടില്ല. സാധാരണക്കാര് തന്നെയാണ് പൊരുതി നേടുന്നത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വിട്ടുകൊടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്ക്, എന്നിട്ടൊരു സാധാരണക്കാരെ പോലെ ജീവിക്ക്. പക്ഷെ പൊരുതാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വിജയം സുനിശ്ചിതമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ വിജയിച്ചിരിക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉള്ള സമയം ഉള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിൽ എന്താണോ ഉള്ളത് അത് വെച്ച്, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച്, എത്രയാണോ നിങ്ങളുടെ സമയമുള്ളത് അത് മാക്സിമം എടുക്ക്, മാക്സിമം എഫേർട്ട് എടുക്ക്. എന്നിട്ടൊന്ന് പൊരുതി നോക്ക്. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി, എന്തായാലും നഷ്ടമാവില്ല. നിങ്ങൾ നിങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇത് നിങ്ങൾക്കൊരു നഷ്ടമാവില്ല എന്ന് തീർച്ചയാണ്. ഒരു വാശിയോടുകൂടി, പൊരുതാൻ ഉറച്ച മനസ്സോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങളുടെ കൂടെ എല്ലാ സഹായത്തിനും നമ്മുടെ ഈ ചാനൽ ഉണ്ടാകും, ഞാനുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മക്കളെ വിട്ടുകൊടുക്കരുത്. ഇതൊരു 10ാം ക്ലാസ് എന്ന് പറയുന്നത് ചെറിയൊരു കടമ്പയാണ്. ഇവിടെ നമ്മൾ തോറ്റു പിന്മാറിയാൽ മുന്നോട്ടുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല.
ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ക്വിറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചതെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല. പൊരുതുന്നവരോട് മാത്രമേ നമുക്ക്, പോരാളികളോട് മാത്രമേ നമുക്ക് സംസാരമുള്ളൂ. അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്, പൊരുതാൻ ഉറച്ചു തന്നെ ഇരിക്കുക. അങ്ങനെ ഒരു A+ മാത്സിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ വാങ്ങിയിരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുക. റെഡിയാണല്ലോ? അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.